അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങിയിരുന്നു. പക്ഷേ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. അത് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡറി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ പഠിച്ച അതേ ടെക്സ്റ്റ് തന്നെയായിരുന്നു ഞാൻ ഇന്നലെ എടുത്തിരുന്നത്. അത് നിർവാച്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സിലബസിലുള്ള ടെക്സ്റ്റ്. അപ്പോൾ ഇന്നലത്തത് എൻ്റെ അടുത്ത് നിന്ന് വെച്ച് ചെറിയൊരു ഫാൾട്ടാണ്. അപ്പോൾ അതിൽ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ഇന്ന് ഞാൻ എടുക്കുന്ന വിഷയം ഹണികോം. NCERT സിലബസിലെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഹണികോം എന്ന ടെക്സ്റ്റാണ് ദാറുൽ സിലബസിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മുഖവിലകൊന്നും ഇല്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ക്ലാസ് തുടങ്ങിയിരുന്നു, പക്ഷേ ചെറിയൊരു മിസ്റ്റേക്കോട് കൂടിയെന്ന് മാത്രം. അത് ഇന്നത്തോടെ ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ പാഠം ഒന്നാമത്തെ പാഠം തന്നെയാണ് സിലബസിൽ ഉള്ളത്. ഒന്നാമത്തെ പാഠം മുതൽ നമുക്ക് സിലബസിലുണ്ട്. ഒന്നാമത്തെ പാഠം നമ്മുടെ അറിയപ്പെട്ട എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയ് രചിച്ച 3 questions 3 ചോദ്യങ്ങൾ എന്ന കഥയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്കായിട്ടും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആരും അതിൽ പ്രയാസപ്പെടേണ്ട. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ടെക്സ്റ്റിന്റെ ലിങ്ക് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി നിങ്ങൾ ടെക്സ്റ്റ് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. 3 questions 3 ചോദ്യങ്ങൾ. The thought came to certain king that he would never fail if he knew 3 questions. The thought ഒരു ചിന്ത came വന്നു to a certain king ഒരു രാജാവിന്. certain ഒരു എന്ന മീനിങ്. ഒരു രാജാവിന് ഒരു ചിന്ത വന്നു. എന്താണ് ചിന്ത? that എന്തെന്നാൽ he would ആ രാജാവ് would never fail ഒരിക്കലും തോൽക്കില്ല, പരാജയപ്പെടില്ല. എപ്പോൾ? if he knew 3 things ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ രാജാവ് ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊരു ചിന്ത രാജാവിന് വന്നു. മനസ്സിലായോ? The thought came to a certain king. The thought ഒരു ചിന്ത came വന്നു to a certain king ഒരു രാജാവിന്, ഒരു പ്രത്യേക ഒരു രാജാവിന്, അത് ഒരു രാജാവിന് ഒരു ചിന്ത വന്നു. എന്താണ് ചിന്ത? he would never fail അവൻ ഒരിക്കലും പരാജയപ്പെടില്ല if he knew 3 things ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ അവൻ ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊരു ചിന്ത വന്നു. These 3 things were ഈ 3 കാര്യങ്ങൾ. These പ്ലൂരലാണ്. These 3 things ഈ 3 കാര്യങ്ങൾ ആയിരുന്നു. അത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, what is the right time? What is എന്താകുന്നു? the right time ശരിയായ സമയം. ശരിയായ സമയം എന്താകുന്നു? എന്തിനുള്ള ശരിയായ സമയം? to begin something എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ. to begin something എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ശരിയായ സമയം എന്താണെന്ന് രാജാവിന് അറിയാം. ഒന്നാമത്തെ കാര്യം അത്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ അതിന്റെ റൈറ്റ് ടൈം അത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കാര്യം which people should he listen to? which people ഏത് ജനങ്ങളെയാണ് should he listen to? should he listen ശ്രദ്ധിക്കണം to ആ ജനങ്ങളിലേക്ക്. മനസ്സിലായോ? അപ്പോ
വിച്ച് പീപ്പിൾ ഏത് ജനങ്ങളെയാണ് ഏത് പീപ്പിളിനെയാണ് അഥവാ റിച്ച് ആണോ അല്ലെങ്കിൽ പുവർ ആണോ അല്ലെങ്കിൽ മിഡിൽ കാസ്റ്റിലുള്ളതാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവന്റെ കോർട്ടിയേഴ്സ് ആണോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്നവനാണോ അങ്ങനെയുള്ള ഏത് ജനങ്ങളെയാണ് അല്ലെങ്കിൽ ഏത് മന്ത്രവാദികളെയാണോ അങ്ങനെയുള്ള പീപ്പിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് പീപ്പിൾ ഏത് ജനങ്ങളെയാണ് ഷുഡ് ഹി ലിസൺ അവൻ കേൾക്കണം. മനസ്സിലായോ? അവര് ആര് പറയുന്നതാണ് അവൻ കേൾക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഷുഡ് ഹി ലിസൺ ടു ആ പീപ്പിൾ. അപ്പൊ ഷുഡ് ഹി ലിസൺ ടു ദാറ്റ് പീപ്പിൾ ഏത് ജനങ്ങളെയാണ് അവൻ കേൾക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഫോർ ഹിം ടു ഡു. വാട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ്, എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പ്രാധാന്യമുള്ള തിങ്സ് കാര്യം ഫോർ ഹിം രാജാവിന് ടു ഡു ചെയ്യാൻ. രാജാവ് ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, രാജാവ് ചെയ്യേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്താണ്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് രാജാവിന്റെ മണ്ടയിൽ ഉദിച്ചത്. അങ്ങനെ ദി കിങ് രാജാവ് therefore അക്കാരണത്താൽ സെന്റ് മെസഞ്ചേഴ്സ് സന്ദേശവാഹകരെ അയച്ചു, ദൂതന്മാരെ അയച്ചു. ത്രൂ ഔട്ട് ഹിസ് കിങ്ഡം, ത്രൂ ഔട്ട് ഉടനീളം ഹിസ് കിങ്ഡം അവന്റെ ആ രാജപരിധിയിലുള്ള ആ ഭാഗത്തിലുടനീളം അവൻ എന്ത് ചെയ്തു, മെസഞ്ചേഴ്സിനെ അയച്ചു. അവന്റെ കിങ്ഡം സാമ്രാജ്യം, അവന്റെ ആ സാമ്രാജ്യത്തിലുടനീളം മെസഞ്ചേഴ്സ് ദൂതന്മാരെ രാജാവ് അയച്ചു. പ്രോമിസിങ്, വെറുതെ അയച്ചതാണോ? അല്ല, പ്രോമിസിങ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അവരെ അയച്ചത്. എന്ത്? എ ലാർജ് സം ഓഫ് മണി, കൂടുതൽ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട്. ആർക്കാണ് വാഗ്ദാനം നൽകുന്നത്? ടു എനിവൺ, ആർക്കും വലിയ ഭീമമായ തുക വാഗ്ദാനം നൽകി. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. എങ്ങനത്തെ ആരും? who would answer these 3 questions, ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഏതൊരാൾക്കും ലാർജ് സം ഓഫ് മണി വാഗ്ദാനം നൽകിക്കൊണ്ട് ദൂതന്മാരെ രാജാവ് അയച്ചു തന്റെ സാമ്രാജ്യത്തിലുടനീളം. അപ്പൊ കഥ മനസ്സിലാക്കരുത്, ടെക്സ്റ്റ് അർത്ഥം വെച്ച് മനസ്സിലാക്കണം. അപ്പോ many wise men, ധാരാളം ബുദ്ധിജീവികൾ, wise men ബുദ്ധിജീവികൾ, came to the king, രാജാവിലേക്ക് ധാരാളം ബുദ്ധികൾ വന്നു. പക്ഷേ they all, അവരെല്ലാവരും answered his questions, അവർ ഉത്തരം നൽകി his questions, ഈ രാജാവിന്റെ ക്വസ്റ്റ്യൻസിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി differently, വ്യത്യസ്തമായി. എല്ലാവരും ഒരേ ഉത്തരമാണോ പറഞ്ഞത്? അല്ല, എല്ലാവരും ഉത്തരം പറഞ്ഞു. എങ്ങനെ? differently, എല്ലാവരും വ്യത്യസ്തമായിക്കൊണ്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഒന്നാമത്തെ ഇൻ റീപ്ലൈ, ഉത്തരത്തിൽ എന്തിനുള്ള ഉത്തരത്തിൽ? ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഏതൊക്കെയാണ് ഉത്തരത്തിൽ എന്തൊക്കെയാണുള്ളത്? സം സെഡ്, ചിലർ പറഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ക്വസ്റ്റ്യൻ എന്താണെന്ന് മറക്കരുത്. വാട്ട് ഈസ് ദി റൈറ്റ് ടൈം ടു ബിഗിൻ സംതിങ്, എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെങ്കിൽ ഏതാണ് യഥാർത്ഥ സമയം? നമ്മൾ വീട് കുത്തിയിരിക്കുമ്പോൾ അതിനുള്ള സമയം നോക്കും, വീട്ടിൽ കൂടുമ്പോൾ അതിനുള്ള സമയം നോക്കും. അപ്പോൾ ഏത് സമയമാണ് ഒരു കാര്യം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലത് എന്ന ചോദ്യമാണ് രാജാവിന്റെ ഒന്നാമത്തേത്. അപ്പോ ഇൻ റീപ്ലൈ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലുള്ള ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ സം സെഡ്, ചിലർ പറഞ്ഞു, ദി കിങ്, രാജാവ് must prepare a timetable, ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം. മനസ്സിലാവുന്നല്ലോ? the king
മസ്റ്റ് പ്രിപ്പയർ എ ടൈം ടേബിൾ. രാജാവ് തീർച്ചയായും ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കണം. എ ടൈം ടേബിൾ, ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം. അവർ പറഞ്ഞു. അപ്പോ പിന്നെ എന്നിട്ട് അങ്ങനെ ടൈം ടേബിൾ തയ്യാറാക്കിയാൽ മാത്രം മതിയോ? പോരാ. ആൻഡ് then follow it. അതിനെ എന്താക്കുക? കൃത്യമായി പിന്തുടരുക. അപ്പൊ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളും ടൈം ടേബിളിൽ ആക്കി അത് പ്രിപ്പയർ ഫോളോ അപ്പും കൂടി നടത്തണമെന്ന് അവർ പറഞ്ഞു. എങ്ങനെ ഫോളോ ചെയ്യണം? സീക്രട്ട്ലി. അവർ മറ്റ് പുറത്താരും ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കി അത് രാജാവ് ഇങ്ങനെ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പുറം ലോകം അറിയാതെ രഹസ്യമായിക്കൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യണമെന്നോ ചില നിഷ്കർഷിച്ചു. ഓൺലി ഇൻ ദിസ് വേ, ഈ രീതിയിൽ മാത്രം, ഓൺലി മാത്രം, ഇൻ ദിസ് വേ, ഈ രീതിയിൽ മാത്രം, they said, അവർ പറഞ്ഞു, could he do, അവനിക്ക് ചെയ്യാൻ സാധിക്കും, everything, ഏത് കാര്യം, എല്ലാ കാര്യവും അവനിക്ക് ചെയ്യാൻ സാധിക്കും. ആർക്ക് ചെയ്യാൻ സാധിക്കും? ആ രാജാവിനിക്ക് ചെയ്യാൻ സാധിക്കും. could he do, അവനിക്ക് ചെയ്യാൻ സാധിക്കും, everything, എന്ത് കാര്യവും അവനിക്ക് ചെയ്യാൻ സാധിക്കും, at its proper time, അതിന്റെ ഉചിതമായ സമയത്ത്. മനസ്സിലായോ? could he do everything at its proper time, അതിന്റെ ഉചിതമായ സമയത്ത് ഏതൊരു കാര്യവും രാജാവിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ കുറച്ച് ടീം വന്ന അഭിപ്രായം, അതായത് ഒരു ടീം ടേബിൾ ഉണ്ടാക്കി എന്നിട്ട് കൃത്യമായി അതിനെ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏത് കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കും. എന്റെ അതേ മറ്റുള്ളവർ പറഞ്ഞു എന്തെന്നാൽ ഇറ്റ് വാസ് ഇമ്പോസിബിൾ, അതൊരു അസാധ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ എന്താണ് അസാധ്യമായ കാര്യം? ഇറ്റ് വാസ് ഇമ്പോസിബിൾ, ഇതൊരു അസാധ്യമായ, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോ എന്താണ് അസാധ്യമായ കാര്യം? ഇറ്റ് വാസ് ഇമ്പോസിബിൾ, ഇതൊരു അസാധ്യമായ കാര്യമാണ്. എന്തിനെ? ടു ഡിസൈഡ് ഇൻ അഡ്വാൻസ് ദി റൈറ്റ് ടൈം ഫോർ ഡൂയിങ് സംതിങ്. ഇറ്റ് വാസ് ഇമ്പോസിബിൾ, ഇതൊരു അസാധ്യമായ കാര്യമാണ്. എന്ത്? ഇറ്റ് വാസ് ഇമ്പോസിബിൾ, ഇതൊരു അസാധ്യമാണ്. എന്തിന്? ടു ഡിസൈഡ്, തീരുമാനിക്കാൻ. ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഡിസൈഡ്, ഇത് തീരുമാനിക്കൽ അസാധ്യമാണ്. ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി. ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കൽ അസാധ്യമാണ്. എന്ത് മുൻകൂട്ടി തീരുമാനിക്കുക? ദി റൈറ്റ് ടൈം, യഥാർത്ഥ സമയം മുൻകൂട്ടി തീരുമാനിക്കൽ അസാധ്യമാണ്. എന്തിന്? ഫോർ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മുൻകൂട്ടി സമയം തീരുമാനിക്കൽ അസാധ്യമാണ്, അത് കഴിയില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ടൈം വേറെന്താ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറെന്താ ജോലിയിലായിരിക്കും എന്നൊരു ആശയത്താൽ ഇത് ഒരു ഇമ്പോസിബിൾ ആണ്, നടക്കില്ല. പിന്നെ ദി കിങ്, രാജാവ്, ഷുഡ് നോട്ടീസ്, തീർച്ചയായും ശ്രദ്ധിക്കണം. ഷുഡ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ദി കിങ്, രാജാവ്, ഷുഡ് നോട്ടീസ്, രാജാവ് ശ്രദ്ധിക്കണം. ഓൾ, എല്ലാ കാര്യങ്ങളും, മനസ്സിലാകുന്നുണ്ടോ? ദി കിങ് ഷുഡ് നോട്ടീസ് ഓൾ, രാജാവ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എങ്ങനത്തെ കാര്യം? ദാറ്റ്, എങ്ങനത്തെ ഓൾ, എല്ലാ കാര്യങ്ങളും. വാസ് ഗോയിങ്, അതെല്ലാം, അത് എല്ലാ കാര്യങ്ങളും. വാസ് ഗോയിങ്, ആ കാര്യങ്ങളൊക്കെ എന്താകുന്നു? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. ദാറ്റ് വാസ് ഗോയിങ്, രാജാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. മനസ്സിലാകുന്നുണ്ടോ? രാജാവ് അഥവാ he should notice all, രാജാവ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എങ്ങനത്തെ കാര്യങ്ങൾ? that he was going on, രാജാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. go on എന്ന് പറഞ്ഞാൽ തുടരുക, ആ പ്രവൃത്തി തുടരുന്നു. ദിവസവും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും രാജാവ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെന്താണ്? അവോയ്ഡ് ഫൂളിഷ് പ്ലഷർ. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ വിവേകശൂന്യമായ, ഒരു ഉപകാരപ്രദമല്ലാത്ത പ്ലഷർ. പ്ലഷർ എന്ന് പറഞ്ഞാൽ
പ്ലേസിന്റെ നൗണാണ് പ്ലഷർ. ആനന്ദം, സന്തോഷം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇങ്ങനെയുള്ള വിവേകശൂന്യമായ അർത്ഥശൂന്യമായ foolish എന്ന് പറഞ്ഞാല് അർത്ഥശൂന്യമായ എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവൻ എന്ത് ചെയ്യണം? പ്ലഷർ എന്ന് പറഞ്ഞാല് സന്തോഷം. എല്ലാ ഫുളിഷ് പ്ലഷറും അവൻ എന്ത് ചെയ്യണം? ഒഴിവാക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. പിന്നെ ഓൾവേസ് ഡു, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഓൾവേസ് ഡു, എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യുക. എന്ത് ചെയ്യുക? ആൻഡ് ഓൾവേസ് ഡു, എപ്പോഴും ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? വാട്ടെവർ സീംഡ്, വാട്ടെവർ എന്ത് തന്നെയാണെങ്കിലും, വാട്ടെവർ എന്തായാലും, സീംഡ് അവനിക്ക് തോന്നുന്നു. വാട്ടെവർ സീംഡ് അവനിക്ക് എന്താണോ തോന്നുന്നത്, നെസസറി അത്യാവശ്യമായി തോന്നുന്നത്. മനസ്സിലാകുന്നല്ലോ? ഓൾവേസ് ഡു എന്നിട്ട് എന്ത് ചെയ്യൂ? ഓൾവേസ് ഡു എപ്പോഴും. നേരത്തെ പറഞ്ഞത് അതൊരു ഇമ്പോസിബിൾ ആണ്, അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ ചെയ്യേണ്ടത് ഓൾവേസ് ഡു, എപ്പോഴും ചെയ്യുക. വാട്ടെവർ സീംഡ് അവനിക്ക് എന്താണ് തോന്നുന്നത്, എന്തായി നെസസറി അത്യാവശ്യമായി എന്താണ് തോന്നുന്നത്, അറ്റ് ദാറ്റ് ഡേ ആ സമയത്ത് അത്യാവശ്യമാണെന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യണം. യെറ്റ് കൂടാതെ, അതേഴ്സ് മറ്റുള്ളവർ പറഞ്ഞു, ദാറ്റ് എന്തെന്നാൽ ദി കിങ് രാജാവ് നീഡ് ആവശ്യമാകുന്നു എന്തിനിക്ക്? എ കൗൺസിൽ ഓഫ് വൈസ് മെൻ, ബുദ്ധിമാന്മാരുടെ ഒരു കൗൺസിൽ അത്യാവശ്യമാണ്. രാജാവിനിക്ക് ഒരു ബുദ്ധിമാന്മാരുടെ ഒരു കൗൺസിൽ നിർബന്ധമാണ്. കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ chosen to give advice or make rules, നിയമങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പിന്നെ രാജാവിനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടി രാജാവ് തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഒരു കൂട്ടത്തിനാണ് പറയുന്നത് കൗൺസിൽ. അഥവാ ബുദ്ധിമാനായ ഇത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു കൗൺസിൽ, ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആൾക്കാരെ രാജാവിനിക്ക് അത്യാവശ്യമാണ്. രാജാവിനിക്ക് ഒരു കൗൺസിൽ നിർബന്ധമാണ്. അഥവാ രാജാവിനിക്ക് ഇങ്ങനെ ഇന്നത് ചെയ്യണം, ഈ സമയത്ത് ഇന്നത് ചെയ്യണം, ആ ടൈം മറ്റേത് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കൗൺസിൽ രാജാവിനിക്ക് നിർബന്ധമാണെന്ന് ആവശ്യമാണെന്ന് ചിലർ പറഞ്ഞു. അതേ മറ്റുള്ളവർ പറഞ്ഞു രാജാവിനിക്ക് ആവശ്യമാണ് എ കൗൺസിൽ ഓഫ് വൈസ് മാൻ, ഒരു ബുദ്ധിമാന്മാരുടെ ഒരു കൂട്ടം. മനസ്സിലാകുന്നല്ലോ? ആ കൂട്ടം എന്തിനുള്ള കൂട്ടാണ്? രാജാവിന് ഉപദേശ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാനുള്ള ഒരു കൂട്ടം ആൾക്കാരെ രാജാവിനിക്ക് ആവശ്യമാണ്. Who എങ്ങനത്തെ വൈസ്മാൻ? കൗൺസിൽ ഓഫ് വൈസ്മാൻ. Who അവർ would help him അവനെ എന്താകും? രാജാവിനെ സഹായിക്കും. Act ചെയ്യാൻ, രാജാവിനെ ചെയ്യാൻ സഹായിക്കും. അറ്റ് പ്രോപ്പർ ടൈം അതിന്റെ ഉചിതമായ സമയത്ത്. അപ്പൊ അവരെന്താ ചെയ്യാ? അവര് would help him രാജാവിനെ സഹായിക്കും. Act ചെയ്യാൻ. മനസ്സിലാകുന്നല്ലോ? രാജാവിലേക്ക് പ്രവർത്തിക്കാൻ എന്താകും? അവര് സഹായകമാകും. അറ്റ് ദി പ്രോപ്പർ ടൈം ഉചിതമായ സമയത്ത്. ദിസ് വാസ് ഇതായിരുന്നു. ബിക്കോസ് കാരണം ഇതായിരുന്നു. എന്താണ്? വൺ മാൻ ഒരു മനുഷ്യൻ വുഡ് ഫൈൻഡ് ഇറ്റ് ഇതിനെ കാണുന്നു. ഇങ്ങനെ ഉചിതമായ സമയം കണ്ടെത്തൽ എന്താണ്? അതിനെ കാണുന്നു. എന്തായിട്ട് കാണുന്നു? ഇമ്പോസിബിൾ അസാധ്യമായി കാണുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? ദിസ് വാസ് ഇതായിരുന്നു. ബിക്കോസ് കാരണം ഇതായിരുന്നു. വൺ മാൻ ഒരു മനുഷ്യന്, അതോ ഒരു വ്യക്തി വുഡ് ഫൈൻഡ് ഇതിനെ കാണുന്നു. എന്തായിട്ട്? ഇമ്പോസിബിൾ അസാധ്യമായിട്ട് കാണുന്നു. അഥവാ ഒരു വ്യക്തിക്ക് ഇതൊരു അസാധ്യമായ കാര്യമാകുന്നു. എന്താണ് അസാധ്യമായ? ഇമ്പോസിബിള് ടു ഡിസൈഡ് തീരുമാനിക്കൽ അസാധ്യമാണ്. കറക്റ്റ്ലി ശരിയായ വിധം ഒരു വ്യക്തിക്ക് മുൻകൂട്ടി കണ്ടെത്തല് അസാധ്യമാണ്. പ്രോപ്പർ ടൈം അസാധ്യമാണ് കണ്ടെത്തൽ. മനസ്സിലാവുന്നുണ്ടല്ലോ?
ഫൈൻഡ് ഇറ്റ്, കണ്ടെത്തൽ, ഇതിനെ കണ്ടെത്തൽ അസാധ്യമാകുന്നു. എന്തിനെ? എന്ത് ഇമ്പോസിബിൾ? ടു ഡിസൈഡ് കറക്റ്റ്ലി, ശരിയായ വിധം തീരുമാനിക്കൽ അസാധ്യമാണ്. എങ്ങനെ ശരിയായ വിധം നോക്കി ഇത് കണ്ടെത്തൽ അസാധ്യമാകുന്നു? വിത്തൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം കൂടാതെ സ്വന്തം എനിക്ക് തന്നെ പ്രോപ്പർ ടൈം കണ്ടെത്തണം എന്നത് എന്താണ്? അസാധ്യമാണ്. ആ ഒരു കാരണത്താൽ രാജാവിന് എന്താവശ്യമാണ്? കൗൺസിൽ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. മനസ്സിലായോ? അവരെന്താ ചെയ്യുക? രാജാവിന് ഉപദേശ മാർഗ നിർദ്ദേശങ്ങൾ എന്താകുന്നു? വേണ്ട സമയത്ത് നൽകുന്നു. മനസ്സിലാവുന്നല്ലോ? ആ ഒരു കാരണത്താൽ രാജാവിന് ഒരു കൗൺസിൽ നിർബന്ധമാണെന്ന് ചിലർ ഉപദേശിച്ചു. പിന്നെ വിതൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം കൂടാതെ. ദി റൈറ്റ് ടൈം, പിന്നെ എന്ത് തീരുമാനിക്കുക? ദി റൈറ്റ് ടൈം, ശരിയായ സമയം. ഫോർ എവരി ആക്ഷൻ, ഏതൊരു പ്രവൃത്തിക്കും ശരിയായ ആക്ഷൻ, ശരിയായ സമയത്ത് പ്രവർത്തിക്കാനുള്ള സമയം കണ്ടെത്തൽ ഒരു വ്യക്തിക്ക് അസാധ്യമാണ്, ഇമ്പോസിബിൾ ആണ്. ആ ഒരു കാരണത്താൽ രാജാവിന് ഗ്രൂപ്പ് ഓഫ് വൈസ് മാൻ നിർബന്ധമാണ് എന്ന് ചിലർ എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കൂടുതലല്ല, നമ്മൾ സാധാരണ എടുത്തിട്ടാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പോ നിങ്ങൾ വീട്ടിലായിട്ടാണ് ഞാൻ കുറച്ച് എടുത്തത്. അപ്പോൾ ഇത് ശരിയായി പഠിച്ച് വരിക. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ ചുവടെ കൊടുത്തിട്ടുണ്ടാവും. അസ്സലാമു അലൈക്കും.